എൻ്റെ മണ്ഡലം പ്രോഗ്രാം കാണുന്ന ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം, എൻ്റെ ആശംസ. ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ റാന്നി മണ്ഡലത്തിൽ നിന്നും വിജയിക്കാൻ കഴിയും. 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കണ്ട മനുഷ്യർ അന്നും ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളുമായുണ്ടായ ആത്മബന്ധം, അതിന് രാഷ്ട്രീയമില്ല, ജാതിമത ഭേദങ്ങളില്ല. ആ ബന്ധം എത്രയോ വലുതാണ്, എത്ര ആഴമുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് സ്വീകരണ സമ്മേളനങ്ങളിൽ കുഞ്ഞുങ്ങൾ മുതൽ മുടിനരച്ച മുത്തശ്ശിമാർ വരെ എല്ലാ തലമുറകളും പകരുന്ന സ്നേഹവാത്സല്യം. നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ ആകെ സൃഷ്ടിച്ച ബൃഹത്തായ വിസ്മയകരമായ വികസനം, ആ വികസനത്തിന്റെ വലിയ അലകളുണ്ടായ നാടാണ് റാന്നി. റാന്നിയിലെ 12 പഞ്ചായത്തുകളിലും സിഗ്നേച്ചർ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയും. റാന്നിയിലെ ആശുപത്രികൾ മെച്ചപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങൾക്ക് കെട്ടിടങ്ങളുണ്ടായ മണ്ഡലമായി റാന്നി മണ്ഡലം മാറി. നോളജ് വില്ലേജ് പോലെയുള്ള മാതൃകാ പദ്ധതികൾ കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നു. റാന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച നഴ്സിംഗ് കോളേജിന് അനുമതി വാങ്ങാൻ കഴിഞ്ഞു. സ്ത്രീകൾക്കായി ആവിഷ്കരിച്ച ഷീറൈസ് പദ്ധതി ഇന്ത്യക്കാകെ മാതൃകയായി മാറി. വന്യമൃഗ ആക്രമണം നേരിടാൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ MLA ആയി മാറാൻ കഴിഞ്ഞു. കാലങ്ങളായി ആളുകൾ കാത്തിരുന്ന പെരുമ്പട്ടി പട്ടയം 3 തലമുറയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആ പട്ടയം വിതരണം ചെയ്തു. പെരുമ്പട്ടിയിലും അരയൻപാറയിലും മാത്രമല്ല, ഇനി കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വേണ്ട പട്ടയങ്ങൾക്കുമുള്ള പരിശ്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം എക്സ് സർവീസ്മെൻ കോൾ ഉൾപ്പെടെയുള്ള പട്ടയങ്ങളിൽ സർക്കാർ അനുമതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. കുടിവെള്ള പ്രശ്നം JJM പദ്ധതി വഴി വലിയൊരളവിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. റാന്നി ഒരുപാട് മാറി. വികസനത്തിന്റെ വലിയ അനുഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി, എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലത്തുണ്ടായത്. ഇനിയും ഒരുപോലെ മുന്നോട്ട് പോകും. എല്ലാവരുടെയും പിന്തുണ ഈ മണ്ഡലത്തിലുണ്ട്. മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ.